നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് വലുതായിട്ട് കയറുന്നത് പോലെ കയറി പിന്നെ ഇറങ്ങിയായിരുന്നു. 23,990 ഇരിക്കുന്നു. ഇന്നിപ്പോൾ 2:30 മണിയാണ്. ഞാനിപ്പോൾ നാട്ടിലില്ല. എക്സൈറ്റഡ് എന്നെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഏറ്റവും ഇറക്കം ഇരിക്കും. ആഗ് നിഫ്റ്റി 80 ഇരിക്കുന്നു. 24ൻ്റെ മുകളിൽ ക്ലോസ് ആയാലും ഈ ബാഗിന് ടിക്കറ്റ് വരും. ടൈറ്റ് സെയിൽസ് ഇരിക്കും. ഡെഫിനറ്റ് ആയിട്ട് മാർക്കറ്റ് ഇറങ്ങും. സോ മാർക്കറ്റിൽ ബൗൺസ് കിട്ടിയത് നമുക്കൊരു ലക്കി ബൗൺസ് ആണ്. ജാപ്പനീസ് സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളടുത്ത് ഞാൻ 3.5 കൊല്ലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പല ആൾക്കാരും വന്ന് ഞങ്ങൾ ഐഡിയ ഒക്കെ കേട്ട് ജപ്പാനിലും യു എസിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഇന്നൊരു നല്ല ന്യൂസാണ്. ജപ്പാൻ മാർക്കറ്റ് ആദ്യത്തെ പ്രാവശ്യം 70,000 ക്രോസ് ആയിരിക്കുന്നു. നമ്മൾ പറയുമല്ലേ, ഈ 50 കൊല്ലത്തിൽ 100 കൊല്ലത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഹിസ്റ്ററിയിൽ 70,000 ക്രോസ് ചെയ്തിരിക്കുന്നു. അതിനെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടാടാം. ജാപ്പനീസ് സ്റ്റോക്സ് നമ്മൾ ഒരുപാട് വാങ്ങി വച്ചിരിക്കുന്നു. നമ്മൾ വന്നിട്ട് വാറൻ ബഫറ്റ് അപ്പൂപ്പൻ മൂലമും ഒരുപാട് ജാപ്പനീസ് സ്റ്റോക്ക് വാങ്ങി വച്ചിരിക്കുന്നു. സോ നമുക്കിതൊരു നല്ല ന്യൂസാണ്. എന്തുകൊണ്ട് ജാപ്പനീസ് സ്റ്റോക്കിന് കയറി എന്നാൽ അവരെ പിടിച്ചു വച്ചിരുന്ന പീഡ ഇന്നോട് വിട്ടു. 1989 4 കൊല്ലത്തിൻ്റെ മുമ്പേ വരയ്ക്കും പാതാളത്തിലിരുന്ന ജാപ്പനീസ് മാർക്കറ്റ് ഒരു വഴിയായിട്ട് ഇവിടെ ഇൻഫ്ലേഷൻ വന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്നലെ ജാപ്പനീസ് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റിയിരിക്കുന്നു. 1995 അതായത് 31 വർഷം കഴിഞ്ഞ് ഇപ്പോൾ തന്നെ റേറ്റ് 1% വന്നിരിക്കുന്നു. 1% വട്ടി വർഷത്തിന്. ഇപ്പം തന്നെ അതിനെ അവർ വാങ്ങുന്നു. 31 വർഷം കഴിഞ്ഞ്. നമ്മളെ സ്ഥലങ്ങളിലൊക്കെ 1% വട്ടി എന്ന് പറയുമ്പോൾ മാസത്തിനായി അറിയിക്കും. ഇത് മാസത്തിനല്ല, വർഷത്തിനാണ്. ഇത് കാരണം മാർക്കറ്റ് വളരെ ഹാപ്പിയായി 70,000 ക്രോസ് ചെയ്ത് കൂടി എവിടെയോ ചെന്നിരിക്കുന്നു. മൊത്തത്തിൽ ഇന്ന് ജാപ്പനീസും കൊറിയൻ മാർക്കറ്റും ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. ഇന്നലെ നാസ്ഡാക്കും കുതൂഹലത്തിൽ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. ബട്ട് നാസ്ഡാക്ക് ഏറാണ്ട മെയിൻ റീസൺ ആരെന്ന് പറഞ്ഞാൽ സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സിനെ കുറിച്ച് നമ്മൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓണർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് വന്നിട്ട് ഒരു സ്പെക്കുലേറ്റീവ് ബബിളാണ്. യൂഷ്വൽ മെട്രിക്സിലൊക്കെ ഇതിനെ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ കമ്പനിയായിട്ട് അത്ര ഈസിയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കമ്പനി ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. ലൈക്ക് ചാർലി മങ്കർ പറഞ്ഞതാണ് ഓർമ്മ. ഒരു പേഴ്സണൽ ടോക്കിംഗ് ടു മച്ച് ഓഫ് ഹിംസെൽഫ്. വന്നിട്ട് ഷോർട്ടും അടിക്കാൻ പറ്റൂല, നമ്മളും പോകാൻ പറ്റൂല. അതുപോലെയാണ് ഇത്. ത്രിസാങ്കൂല് പോലെയാണ്. അതിൽ മാട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനെ വിട്ടുകൊണ്ട് നമ്മൾ മറ്റ പൊസിഷനൊക്കെ എടുക്കാം. അതാണ് നമ്മൾ ചെഞ്ഞിരിക്കുന്നു. ഗോൾഡ് മാർക്കറ്റിൽ 10 രൂപ കറപ്റ്റ് ആയിരിക്കുന്നു. പ്രാക്ടിക്കലി പറയുവാണെങ്കിൽ ഫ്ലാറ്റാണ്. 4,000 മുകളിൽ തന്നെ ഇരിക്കുന്നു. സമയം വെള്ളി മാർക്കറ്റ് 265 എന്ന് പറയുന്നു. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,50,000 തന്നെ ഇരിക്കുന്നു. ഈ 25 രൂപ പ്രീമിയം എന്തിനാണ് ചോദിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ഇതിൻ്റെ ശേഷം സർക്കാർ വന്നിട്ട് വെള്ളിയുടെ മുകളിൽ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ഇട്ട കാരണം 80% മുകളിൽ വെള്ളി വ്യാപാരം കുറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ് അർത്ഥം എന്നാൽ വെള്ളി സ്മഗിൾഡ് മാർക്കറ്റിൻ്റെ അകത്ത് ചെന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. സ്മഗിൾ ആകും എന്നതാണ് അർത്ഥം. ഇത് കാരണം ഹിന്ദുസ്ഥാൻ സിംഗ് പോലത്തെ കമ്പനിക്കൊക്കെ വളരെ നല്ലതെന്നാണ് അർത്ഥം. കാരണം ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് സിൽവർ വരും. സിൽവറിൻ്റെ വില ഏറും. ഇത് ഓവറാള് മാർക്കറ്റിന് വളരെ നല്ലതാണ്. രാവിലെ എക്സെപ്റ്റ് മെറ്റൽ മറ്റുള്ള എല്ലാ ഇൻഡീസസും നന്നായിരിക്കുന്നു. ഇന്ന് IT ഇൻഡെക്സും 1.5% അപ്പിലാണ് ഇരിക്കുന്നു. നമ്മളെ പൊറുത്ത മട്ടിൽ ഡോളർ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്കൗട്ട് ആകും. ഡോളറും ഗോൾഡും കറക്റ്റായിരിക്കും. ഇന്നലെ കല്യാൺ കുറച്ച് കയറിയായിരുന്നു. ഇന്ന് 1.5% അതിനെ ഇറക്കിയിരിക്കുന്നു. ബട്ട് ഒരു സ്റ്റോക്കിന് അടിച്ചതിന് കാരണമേ ഇന്നലെ ഭയങ്കരമായി കയറ്റിയത് കാരണം ഇന്ന് ഇറക്കിയിരിക്കുന്നു. ലോങ് ടേമിന് കല്യാണം നിങ്ങൾ ഹോൾഡ് ചെയ്യാം. ടൈറ്റൻ 2% തന്നെ ഏറിയിരിക്കുന്നു. ഇത് എല്ലാം വന്നിട്ട് ബുല്യൻ റാലി കാരണം ഇങ്ങനെ ആയിരിക്കുന്നു. ബുല്യൻ നഗോ എൻ്റെ ഒപ്പീനിയൻ ഇതിനെ കുറച്ച് അടിക്കുമ്പോൾ കല്യാണം വളരെ അടി അടിച്ചിരിക്കുന്നു. കാരണം ബൗൺസ് ഡെഡ് ക്യാപ്പ് കൂടുതലായിരിക്കുന്നു. ഐറ്റൻ കുറച്ച് കുറവായിരിക്കുന്നു. ഐറ്റൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ബിസിനസ്സാണ്. അത് വലുതായിട്ട് അഫക്റ്റ് ആയില്ല. പക്ഷെ കല്യാൺ ജുവലേഴ്സ് ഭയങ്കര വോളറ്റൈലായിരിക്കുന്നു. നോക്കി മാർക്കറ്റ് ഇതിനെ ഏറ്റി ഇറക്കി ഒരു വഴിയാക്കി വച്ചിരിക്കുന്നു. അശോക് ലേലാൻഡ് എന്ത് പറയുന്നു എന്നാൽ, ടാറ്റ മാത്രം 4 സ്ക്രാപ്പിംഗ് സെൻറ്റർ ഇട്ട് സ്ക്രാപ്പിംഗ് ബിസിനസ്സൊക്കെ അവരെ നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കാരണം ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ സ്ക്രാപ്പിംഗ് പോളിസിയിൽ നിങ്ങളും ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. കാരണം അവർ പഴയ വെഹിക്കിളൊക്കെ വാങ്ങി സ്ക്രാപ്പിനെടുത്ത്
എന്നെ മെൽറ്റ് ചെയ്തു സ്ക്രാപ്പ് യാർഡ് സെറ്റ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ അവരും ഈ കോമ്പറ്റീഷൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഓട്ടോ ഇൻഡസ്ട്രിയെ പൊറുത്തമട്ടിൽ 18 മാസത്തിൽ 23 പുതിയ വണ്ടികൾ ലോഞ്ചാകും. ഈ 23 പുതിയ വണ്ടിയിൽ ഒരുപാട് EVകൾ കാണാൻ പറ്റും. സർക്കാർ വന്നിട്ട് പെട്രോൾ ഡീസൽ വിലയിനെ കുറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രാവശ്യം കയറിയെങ്കിൽ അത് കയറിയത് തന്നെ. $1 $83 വരയ്ക്കും കുറഞ്ഞാലും കറക്റ്റായിട്ട് മുമ്പേ കയറ്റിയില്ല. കയറ്റാൻ്റെ അത്രയും ദൂരം കയറ്റിയില്ല എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളെ കൊണ്ട് ഇപ്പം കുറയ്ക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് $7 കയറ്റിയിരിക്കുന്നു. കാരണം ഇപ്പോൾ EV വെഹിക്കിളിൻ്റെ ഡിമാൻഡ് കയറിയിരിക്കുന്നു. സ്പെഷ്യലി 2 വീലറിൽ EV വന്നിട്ട് നല്ല കൊടികെട്ടി പറക്കും. 4 വീലറിൽ ലോവർ എൻഡ് മോഡൽസ് ഒക്കെ വളരെ കുറവായിരിക്കുന്ന കാരണം പെനിട്രേഷൻ ഇങ്ങനെ തന്നെ ആവും. 10% EV പെനിട്രേറ്റ് ആയെങ്കിൽ നമുക്ക് ലക്കാണ്. അതായത് കാർസിൽ 2 വീലറിൽ 30% മുകളിൽ പെനിട്രേറ്റ് ആകേണ്ട ചാൻസസ് കൂടുതലുണ്ട്. അതുമല്ലാതെ ഇനിയൊരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ ജ്യോതി ലാബ്സ് ഞങ്ങളുടെ ടെർമിനേഷൻ ഫീസ്, പിന്നെ ഈ മിഷനറി കോസ്റ്റ്, ദെൻ സ്റ്റോക്കിൻ്റെ കാശ്, പ്രില്ലിൻ്റെ ഇതിൻ്റെ കാശ് കൊടുക്കണം. പിന്നെ ഇത്രയും ദിവസം ഞങ്ങൾ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തതിന് എക്സ്ട്രാ കാശ് വേണം എന്ന് പറഞ്ഞ് കേസ് ഇടാൻ പോകുന്നു. എസ്പെഷ്യലി പ്രില്ലാണ് മെയിൻ ബ്രാൻഡ്. സ്റ്റോക്കും ചേർത്ത് ബ്രാൻഡ് കേസ് ഇടാൻ പോകുന്നു നൈക്കിളിൻ്റെ മുകളിൽ. ഈ കേസ് നിൽക്കുമോ നിൽക്കില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല ഒരു എമൗണ്ട് സെറ്റിൽമെൻറ്റിൽ കിട്ടേണ്ട സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇതുപോലെ ഒരു സെറ്റിൽമെൻറ്റിന് നല്ല ഒരു അവസരം വരുവാണെങ്കിൽ അവർക്കൊരു കുഷൻ ഇടിക്കും. ഇവിടെ ഓൺ ബ്രാൻഡ് എക്സോ ഇതുപോലെ ഇരിക്കുന്ന ബ്രാൻഡിനൊക്കെ അവർ പുഷ് ചെയ്യും. മാർക്കറ്റ് വീക്കാകുന്ന സമയം ഇതുപോലെ അവരെ ബ്രാൻഡിനെ പുഷ് ചെയ്യാൻ അവർ കുറച്ച് തിണറും. സോ ഈ ക്യാഷ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ അവരെ പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്ത് ഇന്ത്യയിൽ മെയ് മാസത്തിൽ കുറച്ച് എക്സ്പോർട്സ് എന്നാലും ബേസിക്കലി സർവീസസ് എക്സ്പോർട്സ് ഇൻക്രീസ് ആയിരുന്നാലും ഓവറോളായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ആയിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗവൺമെൻറ് എന്ത് പറയുന്നു എന്നാൽ ഇപ്പോഴും പെട്രോൾ ഡീസലിൽ ഞങ്ങൾക്ക് 3 രൂപ 4 രൂപ വരയ്ക്കും ലാസ് ഇരിക്കുന്നു. ഞങ്ങൾ തന്നെ ലാസിന് എടുക്കും. ഇത് കാരണം വില കുറയാൻ്റെ സാധ്യത ഇല്ല എന്ന് പറയുന്നു. ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ആയെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും വൈഡൻ ആവും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വൈഡൻ ആയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് രൂപ മുകളിൽ പ്രഷറിലിരിക്കും. നമ്മൾ എന്ത് ജിംനാസ്റ്റിക് ട്രൈ ചെയ്താലും 104 രൂപ 50 പൈസയിൽ വെച്ചാലും ഷേറ്റ് സതം അടിക്കും. ഇത്രയും ദിവസത്തിൽ സതം അടിക്കും എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇന്നത് ഇപ്പോഴേ ഡബ് നമ്മൾ വിട്ടുവാണെങ്കിൽ പോട്ട് കയറും. പതിയെ ഡിലേ ചെയ്യുവാണെങ്കിൽ VC ഫണ്ട്സൊക്കെ വെളിയിലെടുക്കും. ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നു. VC പ്ലേയേഴ്സൊക്കെ ഇതിന് ശേഷം ഈ സ്റ്റോക്കൊക്കെ ലിസ്റ്റ് ചെയ്യുന്നപ്പോൾ $1 ബില്യൺ വിറ്റ് എടുത്തുകൊണ്ട് പോയെന്ന് അദ്ദേഹം ഓഫർ ഫോർ സെയിൽ വിറ്റു. ഈ പീരിയഡ് തീർന്നതിൻ്റെ ശേഷം ഈ ലോസ് മേക്കിംഗ് സ്റ്റോക്കൊക്കെ വിറ്റുകൊണ്ട് പോകുന്നു. സോ ഫാർ ഈ 2-3 മാസത്തിൽ 18,000 കോടി സ്റ്റോക്കിനെ വിറ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. $2 ബില്യൺ VC ക്യാപിറ്റലിനകത്ത് ചെന്നിരിക്കുന്നു. NVIDIAക്ക് കാശിൻ്റെ തട്ടുപാടുണ്ട്. പ്രോഫിറ്റിൽ നിന്ന് അവർ ജനറേറ്റ് ചെയ്യുന്നത് പോകുന്നില്ല. ഇത് കാരണം 6 കൊല്ലം കഴിഞ്ഞ് NVIDIA ആദ്യത്തെ പ്രാവശ്യം വന്ന് $20 ബില്യൺ ഓൺ ഡെസ്ക് ഇടാൻ പോകുന്നു. ബോണ്ട് സെയിൽ മൂലം ഈ റൊട്ടേഷനിൽ വിടാൻ പോകുന്നു. നമ്മളെ പൊറുത്തമട്ടിൽ പേസെക്സും ശരി എന്ത്രപ്പിയും ശരി ഇതുമായിട്ട് ഡയറക്റ്റ് ആവും. നമ്മൾ തന്നെ ഗൂഗിളിനെ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഗൂഗിളിനെ ഹെവി ആയിട്ട് നമ്മളെ വാറൻ ബഫറ്റ് അപ്പൂപ്പൻ വാങ്ങി വെച്ചിരിക്കുന്നു. ഇപ്പം കൂടെ ഒരു സ്പെഷ്യൽ ഇതിൽ ഇട്ട് $10 ബില്യൺ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നു. സ്പേസ് എക്സിന് ഡയറക്റ്റായിട്ട് അവർ ഒരവസരം കിട്ടും. ഡയറക്റ്റായിട്ട് വാറൻ ബഫറ്റ് മൂലമായിട്ട് നമുക്ക് അതിലുള്ള ആ ഒരു ഡീലിംഗ് ഇരിക്കുന്നു. നമുക്ക് സ്പേസ് എക്സിൽ പൊസിഷൻ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ 10-12 കൊല്ലത്തിന് മുമ്പ് തന്നെ ഗൂഗിളിന് അതിൽ പൊസിഷൻ വാങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലിരുന്ന് ജെംസ് ആൻഡ് ജുവലറി ബിസിനസ് കുറഞ്ഞിരിക്കുന്നു. അതും നിയർലി 3%. എക്സ്പോർട്ട് കയറുന്നത് എന്ന് പറയുന്നത് ബേസിക്കലി ഫാർമ. ഇതാണ് താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ IT സ്റ്റോക്കിനെ കൺസിഡർ ചെയ്തത്. ഗോൾഡ് എത്രത്തോളം ഇറങ്ങുന്നോ അത്രയ്ക്ക് നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഇതുപോലെ കയറുവാണെങ്കിൽ അമേരിക്ക ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റും. ഇത് എപ്പോൾ നടക്കുമെന്ന് അറിയുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയാൽ ഗോൾഡ് കുറച്ച് കറപ്റ്റ് ആവും. ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയെങ്കിൽ അമേരിക്കയുടെ എക്കോണമി റിസർച്ച് ഇതിനെ കട്ട് ചെയ്യും. ഗോൾഡിൻ്റെ വില തിരികെ ഏറും. കാരണം രൂപ വീഴും.
അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏറി ഇറങ്ങുന്ന കാരണം ഓവറോൾ ഒരു 5-6 കൊല്ലത്തിന് ഇടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. 25 കഴിഞ്ഞ് പോകും. ഇടയ്ക്ക് അമേരിക്ക ഇൻട്രസ്റ്റ് കയറ്റുന്ന സമയം ഒരു ചെറിയ കറക്ഷൻ വന്നു. അതിൻ്റെ ഒരു ചാൻസ് ഉണ്ട്. ഇതാണ് ഇന്ന് ഓവറോൾ മാർക്കറ്റിൻ്റെ പൊസിഷൻ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.